നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. LDF പാഞ്ഞാൾ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കിള്ളിമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ നിരവധി പേർ പങ്കെടുത്തു. കിള്ളിമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ സംഘടിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാഞ്ഞാൾ ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ LDF ചേലക്കര മണ്ഡല കമ്മിറ്റി സെക്രട്ടറി KK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 18 ആളുകൾ പോയിട്ട് ഒന്നും ചെയ്തില്ല. ഇപ്പൊ നമ്മുടെ തെരുവോരങ്ങളിലൊക്കെ 1734 കോടി രൂപയുടെ വികസന പ്രവർത്തനം ആര് നടത്തി? നമ്മുടെ ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം നടത്തി എന്ന് വലിയ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഈ പാഞ്ഞാൾ പഞ്ചായത്തിലുണ്ടായ നേട്ടം 5 വർഷം കൊണ്ട്? നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഇങ്ങനെ നുണ പറയാൻ കോൺഗ്രസിനല്ലാതെ വേറെ ആർക്ക കഴിയുക? അത് ഏറ്റുപിടിക്കാൻ കുറെ ആളുകളും. അതല്ലേ വസ്തുത. നമ്മുടെ നാടിന് എന്തെങ്കിലും ചെയ്യണ്ടേ, ഗുണം ചെയ്യണ്ടേ? ഒന്നും ചെയ്തില്ല. കേരളത്തിന്റെ അർഹമായ വിഹിതവും നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനവും നിലനിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങളുടെ ഒരു യോഗം ബഹുമാനായ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തു. സംയുക്ത പ്രസ്താവന കൊടുക്കണം, നിവേദനം കൊടുക്കണം, അതിൽ ഒപ്പിടണമെന്ന് പറഞ്ഞപ്പോൾ പിന്തിരിഞ്ഞ് മുഖം തിരിച്ചവരാണ് ആര്? കോൺഗ്രസിന്റെ ആളുകൾ. കഴിഞ്ഞ ഫെബ്രുവരി മാസം 8-ാം തീയതി ഡൽഹിയിൽ സമരം നടത്തി. ആ സമരം ലോകശ്രദ്ധയാകർഷിച്ചതാണ്. ലോകശ്രദ്ധയാകർഷിച്ച സമരമായിരുന്നു അല്ലെ. നമ്മുടെ പിടിച്ചു വെച്ച വിഹിതം നമുക്ക് ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരത്തിന് പോയത്. സുപ്രീം കോടതിയിൽ പോയി നാം. സുപ്രീം കോടതി അവസാനം കേരളത്തിന്റെ ആവശ്യം ന്യായമാണ് എന്ന് സുപ്രീം കോടതി വിധി എഴുതി കൊടുക്കാൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിനോട്. പക്ഷേ പല തടസ്സങ്ങളും അവർ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ തടസ്സങ്ങളുടെ മുമ്പിൽ പതറാത്ത ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതിനും അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രേഖ പരിശോധിക്കുമ്പോൾ അത് നടപ്പിലാക്കണമെന്നാണ് പറയുന്നത്. ആരാ പറയുന്നത്? VD സതീശനും KPCCയുടെ ദേശീയ അധ്യക്ഷനും കേരളത്തിന്റെ പ്രസിഡന്റ് സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത് നടപ്പിലാക്കാതിരിക്കാൻ കേരളത്തിലൊരു ഗവൺമെന്റിന് സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. സാധിക്കില്ല എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? നമുക്ക് നോക്കാലോ. ഇന്ത്യൻ കർഷകരുടെ മുമ്പിൽ മുട്ടുകുത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ അതുപോലെയുള്ള സമരം സംഘടിപ്പിക്കാൻ നാം തയ്യാറായി മുന്നോട്ട് വരും എന്ന്, ഇത് നടപ്പിലാക്കിയേ മതിയാകൂ എന്ന് പറയുന്ന ആളുകൾ ഓർത്താൽ മതി നന്ന് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ്, CPIM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, CPI മണ്ഡലം സെക്രട്ടറി P ശ്രീകുമാർ, CPIM പാഞ്ഞാൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ് പാഞ്ഞാൾ.